ഹായ് എവരി വൺ, വെൽക്കം ടു മൈ വർക്ക്ഷോപ്പ്. ഇന്ന് ഞാനൊരു വുഡൻ മാലറ്റ് ഉണ്ടാക്കാനാണ് പ്ലാന്. കൊട്ടുവടി. അപ്പോൾ അതിന് തിരഞ്ഞെടുക്കുന്ന തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിമരത്തിൻ്റെ തടിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ തടി നല്ല സ്ട്രോങ്, നല്ല വെയിറ്റും നല്ല ദീർഘകാല ഈട് നിൽക്കുന്നതാണ്. വേറെ തടികൾ യൂസ് ചെയ്യാം, എന്നാലും ഇത് നമുക്ക് നല്ല സ്ട്രോങ് ആണ്. നമുക്കപ്പം ഹെവി ഇമ്പാക്റ്റ് കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിന്. ഒരു പാഷനാണ്. അപ്പം ഇത് കുറേ നാളായിട്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പം ഇനിയും ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഈ ചെയ്യുന്നത് ഞാൻ ഇതിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ പഴയൊരു വള കിടന്നതെടുത്ത് മുറിച്ച് ഈ പരുവാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ എന്തോ ഒരു തടിയായിരുന്നു. അപ്പം അന്ന് ഞാൻ എത്ര അന്വേഷിച്ചിട്ട് എനിക്ക് പുളിമരം കിട്ടിയില്ല. അപ്പം അന്ന് ഏതോ ഒരു തടി, പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിപ്പം പുളിമരം തപ്പിപ്പിടിച്ച് എനിക്ക് ഇപ്പം കിട്ടിയത്. സോ നമുക്ക് പഴയ മരത്തിൻ്റെയും ഇപ്പം പുതിയ പുളിയം ഇതിൻ്റെയും കൂടെ വെയിറ്റ് ഒന്ന് നോക്കാം. ഏകദേശം ഒരു 570 ഗ്രാം വരുന്നുണ്ട് പഴയത്. അത് അത്രയും ജയൻറ്റ് ലുക്കായിട്ട്. ഇനി നമുക്ക് പുതിയ പുളിമരത്തിൻ്റെ നോക്കാം. ഓക്കെ, അത് 530 ഗ്രാമോളം വരുന്നുണ്ട്. സോ ഇനിയും രണ്ടും കൂടെ ഇതിൻ്റെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതാണ് പുളിമരത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാനൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുവാണ്. കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തരും എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് മൈ ജേർണി.